എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വണ്ടി പഠിക്കുന്ന തുടക്കക്കാർക്ക് പല ആൾക്കാർക്കും ഒരു വണ്ടി കയറ്റത്ത് എങ്ങനെയാണ് മുന്നോട്ടെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ധാരണയുള്ളവരുണ്ട്. എങ്ങനെയാണ് ഒരു വണ്ടി കയറ്റത്ത് എടുക്കുന്നത്? പക്ഷെങ്കിൽ പലപ്പോഴും പല അവസരങ്ങളിലും ഒരു കയറ്റത്ത് വണ്ടി ഓഫായിപ്പോയാൽ വണ്ടി മുന്നോട്ടെടുക്കാൻ സാധിക്കാതെ വണ്ടി ഓഫായി പോകുന്ന സിറ്റുവേഷൻസ് ഇങ്ങനെയുള്ളവർക്ക് സംഭവിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനുള്ള കാരണങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. കയറ്റത്ത് എങ്ങനെ ഒരു വണ്ടി മുന്നോട്ടെടുക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ആ വീഡിയോ ഒന്ന് കാണുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം അറിയാം. ഒരു കയറ്റത്ത് എങ്ങനെയാണ് വണ്ടി എടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ട്. പക്ഷെങ്കിൽ കയറ്റത്തെ വണ്ടി എടുക്കുമ്പോൾ ഓഫായി പോകുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഉത്തരം വളരെ സിമ്പിളാണ്. ആവശ്യമില്ലാത്ത ഒരു ഭയം, ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വണ്ടി മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ ശ്രദ്ധയോടെയല്ല വണ്ടി മുന്നോട്ടെടുക്കുന്നത്. എങ്ങനെയും വണ്ടി പെട്ടെന്ന് മുന്നോട്ട് എടുത്തുകൊണ്ട് പോകണം എന്നുള്ളൊരു ചിന്തയാണ് ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. ആ ഒരു സമയത്ത് ശ്രദ്ധയില്ലാതെ നിങ്ങൾ വണ്ടി എടുത്താൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയുണ്ട്. എങ്ങനെയാണ് ഒരു വണ്ടി കയറ്റത്തെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ പോലും വണ്ടി ഓഫായി പോകുവാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. കാരണം വണ്ടി പഠിക്കുന്ന തുടക്കക്കാർ കൂടുതലും ചെയ്യുന്ന ഒരു കാര്യമാണ്, ശ്രദ്ധയില്ലാതെ ആവശ്യമില്ലാതെ ഒരു ഭയം വരുന്നു, ഒരു വൈബ്രേഷനോട് കൂടി വണ്ടി മുന്നോട്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു വണ്ടി കയറ്റത്ത് ഓഫായി പോകുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വണ്ടി വീണ്ടും ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ട് കയറ്റത്ത് വണ്ടി എടുക്കുന്ന ഒരു വിധമല്ല പറയുന്നത്. നമ്മൾ നോർമലായിട്ട് ഒരു വണ്ടി എങ്ങനെയാണ് കയറ്റത്ത് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അതായത് നിങ്ങൾ വണ്ടി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്തെന്ന് ഉറപ്പുവരുത്തുക. അതാണ് നമ്പർ 1. പലപ്പോഴും പല ആൾക്കാർ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഗിയർ കൊടുക്കുമ്പോൾ തെറ്റിപ്പോകാറുണ്ട്. ഫസ്റ്റ് ഗിയറിന് പകരം തേർഡ് ഗിയർ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കൊടുക്കുന്ന ഫസ്റ്റ് ഗിയർ കൃത്യമാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം ഫസ്റ്റ് ഗിയറും തേർഡ് ഗിയറും തൊട്ടടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇതിന് ശേഷമാണ് നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം, ക്ലച്ചിൽ നിന്ന് മാക്സിമം സ്ലോയിൽ കാല് അയക്കുക. ബ്രേക്കിൽ നിന്ന് ഒരു കാരണവശാലും നിങ്ങളുടെ കാല് അയക്കുവാൻ പാടില്ല. ബ്രേക്കിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് ക്ലച്ചിൽ നിന്ന് മാക്സിമം സ്ലോയിൽ കാലയക്കുക. കാലയക്കുന്ന അവസരങ്ങളിൽ വണ്ടി മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു വൈബ്രേഷൻ വണ്ടിക്കുള്ളിൽ ഉണ്ടാകുന്നു. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതാണ് വണ്ടിയുടെ ഒരു റണ്ണിങ് പൊസിഷൻ. ആ ഒരു പൊസിഷൻ മനസ്സിലാക്കി ക്ലച്ചിൽ കാല് കൃത്യമായിട്ടും ആ ഒരു അളവിൽ വെക്കുക. ആ വൈബ്രേഷൻ മനസ്സിലാക്കി ആ ഒരു അളവിൽ വെക്കുക. ഒരു കാരണവശാലും വീണ്ടും ക്ലച്ചിൽ നിന്ന് ആ ഒരു സമയത്ത് നിങ്ങൾ കാല് റിലീസ് ചെയ്യുവാൻ പാടില്ല. ഇതിന് ശേഷം ചെയ്യേണ്ടത്, നിങ്ങൾ ബ്രേക്ക് ചവിട്ടിയ കാല് പെട്ടെന്നെടുത്ത് ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുക. അതായത് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എത്രയധികം കാലയക്കുന്നു അത്രയധികം ആക്സിലറേറ്റർ തന്നെ പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് അത്രയധികം തന്നെ ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുക. മുന്നോട്ട് കൊടുക്കുമ്പോൾ ഏകദേശം വണ്ടി ഒരു ഹാഫ് ക്ലച്ച് ഒരു കയറ്റത്ത് നമുക്ക് ബ്രേക്ക് ഇല്ലാതെ നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വണ്ടി എത്തുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ആക്സിലറേറ്റർ വീണ്ടും മുന്നോട്ട് കൊടുക്കുക. ക്ലച്ചിൽ നിന്ന് നിങ്ങൾ ആ ഒരു വൈബ്രേഷൻ ലെവൽ കണ്ടെത്തി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ആ പൊസിഷനിൽ നിന്ന് വീണ്ടും നിങ്ങൾ കാല് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഓഫ് ആകാതെ മുന്നോട്ടെടുക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും ഈ ഒരു അവസരങ്ങളിൽ ആവശ്യമില്ലാത്ത പേടി ഉണ്ടാകാൻ പാടില്ല, വൈബ്രേഷൻ ഉണ്ടാകാൻ പാടില്ല. ശ്രദ്ധാപൂർവം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ അത് നോക്കണ്ട. കാരണം നിങ്ങൾ വണ്ടി പഠിക്കുന്ന തുടക്കക്കാരനാണ്. ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ എടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും എടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതിന് നിങ്ങൾക്ക് പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാര്യം നേടിയെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധാപൂർവം കാര്യം ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു വൈബ്രേഷനോട് കൂടി പെട്ടെന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സമയമെടുക്കും. കാരണം വണ്ടി മുന്നോട്ടെടുക്കുന്നു, വണ്ടി ഓഫായി പോകുന്നു, വീണ്ടും വണ്ടി മുന്നോട്ടെടുക്കുന്നു, വണ്ടി ഓഫായി പോകുന്നു. ഇത്രയും സമയം ഒരു കാരണവശാലും നിങ്ങൾ ശ്രദ്ധയോടെ വണ്ടി എടുക്കുമ്പോൾ സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 1, ശ്രദ്ധയോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ആവശ്യമില്ലാത്ത വൈബ്രേഷനും പേടിയൊക്കെ മാറ്റി നിങ്ങൾ ആ ഒരു സമയത്ത് ധൈര്യപൂർവ്വം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വണ്ടി കയറ്റത്ത് നല്ല രീതിയിൽ എടുത്തുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കും. ഇനി കയറ്റത്തെ വണ്ടി എടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ലെങ്കിൽ
അതിൻ്റെ വീഡിയോകൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. എനിക്ക് ഫേസ്ബുക്കിലൊരു പേജുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും പേജുണ്ട്. പേജ് ജസ്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.